ഗുഡ് മോർണിംഗ് ബൈക്കേ. ഇന്നലെ രാത്രി നീ എനിക്ക് ബെഡ്ഷീറ്റ് തന്നില്ല. അയ്യോ സോറി ബൈക്കേ, ഞാനത് മറന്നുപോയിന്നേ. എന്റെ ദേഹത്ത് മൊത്തം കക്കക്കാഷ്ടോ. ശരി ശരി, ഇനി ഞാൻ ബെഡ്ഷീറ്റ് തരാം കേട്ടോ. ശരി ശരി ഓക്കെ, എന്നാ വാ നമുക്ക് പോവാം. ശരി. അതെ, അച്ഛൻ എന്തിനാ ബൈക്കിന് പോകണ്ടെന്ന് പറഞ്ഞേ? നീ എന്തെങ്കിലും ഒപ്പിച്ചായിരുന്നോ? അത് പിന്നെ നിന്റെ അച്ഛനെ ഓടിക്കാൻ അറിയില്ല, നീയാണെങ്കിൽ നന്നായിട്ട് ഓടിക്കുന്നില്ലേ, അതുകൊണ്ടാ. അത് ശരിയാ, അസൂയ കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. എനിക്ക് തീരെ സമയമില്ല, വാ ഇന്റർവ്യൂവിന് വേണ്ടേ, വാ പോവാ. എടാ ബൈക്കേ, പോയാലോ? നീ ആക്സിലേറ്റർ മാത്രം കൊടുത്താ മതി, ഞാൻ പറക്കുന്ന നീ കണ്ടോ? പറക്കണം, പറന്നിറങ്ങണം. A few moments later. ബ്രോ 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 ഒന്ന് നിർത്ത് ബ്രോ. ചേട്ടാ 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 നിർത്ത് ചേട്ടാ ചേട്ടാ. ബയ്യ 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 ഉറുക്ക് ബയ്യ ബയ്യ. ഒരുത്തം പോലും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. സോറി ആശാനെ. വാടിച്ചു നോക്കി, പെട്രോൾ ഫുള്ളായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഓഫായേ? എന്താ കാരണം എന്ന് അറിയാൻ പാടില്ല ആശാനെ, ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രോബ്ലങ്ങളാന്നേ. നീ കാരണം എന്റെ ഇന്റർവ്യൂ പോയി, എന്റെ ജീവിതം പോയി, എന്റെ കല്യാണം നടക്കുന്നില്ല, വീട്ടിൽ അച്ഛൻ മൈൻഡ് ചെയ്യുന്നില്ല, എനിക്ക് ചോറ് പോലും തരുന്നില്ല. ഇതിന് കാരണം നീയാ. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടു ആശാനെ. എന്റെ അച്ഛൻ അപ്പോഴേ പറഞ്ഞതാ, ഈ ബൈക്കിനെ വിശ്വസിക്കണ്ട, ബസ്സിൽ പോ, മെട്രോയിൽ പോ, ഓട്ടോയിൽ പോന്ന്. ഞാനാ നിന്നെ വിശ്വസിച്ച് വന്നേ, ഇപ്പൊ കണ്ടില്ലേ എവിടെ ഇരിക്കുന്നെന്ന്. അതൊക്കെ വിടാ ആശാനെ, ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ. എല്ലാം പോയി, എല്ലാം പോയി. എടോ നിക്കടോ. എടുത്തു വെച്ച ആശാനെ, എയർ അടിക്കാൻ ആവശ്യം വരും. എന്റെ അവസ്ഥ കണ്ടില്ലേ, എന്നെ പിച്ചക്കാരനാക്കി. ദൈവമോ വിധിയോ, ഞാനിപ്പോ എടുക്കാൻ പോകുന്ന തീരുമാനം ഇത് തീരുമാനിക്കും. ആശാൻ എന്ത് ചെയ്യാൻ പോവാ? ടെയില് വീണ ഞാൻ പിന്നെ പുതിയ ബൈക്ക് എടുക്കും. ഹെഡ്സ് ആണ് വീഴുന്നെങ്കിൽ അതെന്റെ തലവിധിയാന്ന് ഞാൻ കരുതും. இப்போ நான் போற பாதை பூ பாதை. അയ്യോ അമ്മേ. ബ്രോ നോക്കി വാ, ഇത് മതി ബ്രോ, എന്റെ ജീവനെ. ഈ ബൈക്ക് ഓക്കെ ബ്രോ? ആ ബൈക്ക് ഓക്കെ അല്ലേ? സൂപ്പർ സൂപ്പർ. ബൈക്കേ സോറി ബൈക്കേ, എനിക്ക് വേറെ വഴിയില്ല. കണ്ടോ ഇവരെ വാങ്ങിയിരിക്കുന്നേ, എങ്ങനെയുണ്ട്? ഒന്ന് പോ ആശാനെ, നീ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാനും എത്ര നാളായിട്ട് കഷ്ടപ്പെടുക, ഇപ്പൊ കണ്ടില്ലേ ഇന്റർവ്യൂ പോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ശരി അത് വിട്, നീ വിഷമിക്കണ്ട. ഈ ജീവൻ ഈ ശരീരത്തിനോട് ചേരാൻ പോവാ. എന്ത് ചെയ്യാനാ പോകുന്നേ? ഓം ക്രീം ഐസ്ക്രീം. എന്താ ഇവിടെ ശരിക്കും സംഭവിച്ചോണ്ടിരിക്കുന്നേ? ശരി, ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നേ? ആശാനെ ഞാൻ വളരെ ആക്റ്റീവായ പോലെ തോന്നുന്നു. ആക്റ്റീവായോ? അതെ ആശാനെ. ഇനി ഈ ജീവൻ നിന്റെയാണ് മോനെ. ആശാനെ വാ, സമയമായി, നമുക്ക് പോയാലോ? ദാദാ വരുന്നു. ഇന്റർവ്യൂവിന് പോയാലോ ആശാനെ? എന്തായി പറയുന്നത്? നിങ്ങളെ ആക്സിലേറ്റർ കൊടുക്ക്, ഞാൻ പറക്കാൻ പോവാ. അതെയോ? അതെ ആശാനെ. പറക്കണം, പറന്നിറങ്ങണം. ബൈക്കേ കറക്റ്റ് സമയത്ത് വന്നല്ലോ. ആശാനെ സൂപ്പർ. ശരി, ഞാൻ പോയി അറ്റൻഡ് ചെയ്തിട്ട് വരാം. നീ ഇവിടെ വെയിറ്റ് ചെയ്യേ. ശരി ആശാനെ, ഓൾ ദി ബെസ്റ്റ്. എന്താ ആശാനെ പോയ സ്പീഡിൽ തിരിച്ചു വന്നല്ലോ? ഇന്റർവ്യൂ എന്തായി ആശാനെ, ഓക്കെ ആയോ? എപ്പോഴത്തെയും പോലെ തന്നെ റിജക്റ്റ് ആയി. ഇന്റർവ്യൂവിന് കറക്റ്റ് സമയത്തല്ലേ പോയത്? അതൊക്കെ കറക്റ്റ് ആയിട്ടാ പോയത്. എപ്പോഴത്തെയും പോലെ തന്നെ അവര് പിന്നെ വിളിക്കാന്നാ പറഞ്ഞേ. അവര് വിളിക്കില്ലെന്ന് എനിക്കറിയാം. അതൊക്കെ വിടാ ആശാനെ, ഇനി എത്ര ഇന്റർവ്യൂ ഉള്ളതാ? ഇപ്പൊ എത്ര ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്? വീട്ടിൽ നല്ല ദേഷ്യത്തില്ല എല്ലാവരും. ഇത് കിട്ടുമെന്നാ വിചാരിച്ചേ, ഇതും പോയി. ചീള് കേസ് വിട്ടുകള, അതൊക്കെ നമുക്ക് നോക്കാന്നേ. ബാലുവിന്റെ മോൻ വേലുവല്ലേ നീ? അങ്കിളെ, അങ്കിളെ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? എന്താ മോനെ ഇങ്ങനെ ജോലിക്കൊന്നും പോകാതെ വണ്ടിയിൽ ചുറ്റി നടക്കുന്നേ? ജോലിയൊന്നും കിട്ടിയില്ല അങ്കിളെ, എന്താ നിങ്ങൾ വാങ്ങിത്തരോ? നീയാണ് മോനെ സ്വയം ഇങ്ങനെ ജോലി കണ്ടെത്തേണ്ടത്, അല്ലാതെ ബൈക്കും ചുറ്റി നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതേ ജോലിക്ക് വേണ്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്നേ. നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ കറങ്ങി അടിച്ച് നടക്കുക. എന്തൊക്കെയോ പറയുന്നുണ്ട്. നീ നിന്റെ അച്ഛന് നാണക്കേട് വരുത്താതെ നോക്കിക്കോ, മനസ്സിലായില്ലേ?
അയാൾ വെറും ബൂമറങ്ങളാ, നീ അത് വിട്ടുകളാ. തിരിച്ച് സുഖമാണോ ഒരു വാക്ക് ചോദിച്ചോടാ. കണ്ട ഉടനെ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നില്ലെന്ന്. ആശാനെ, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് പോലും അറിയില്ല നിങ്ങൾ എത്ര കഷ്ടപ്പെടുന്നെന്ന്. എനിക്ക് മാത്രം അറിയാം നിങ്ങൾ എവിടെയൊക്കെ അലഞ്ഞു നടക്കുന്നെന്ന്. ഇവന്മാരൊക്കെ സ്വന്തം മക്കളെ മര്യാദയ്ക്ക് വളർത്തൂല, മറ്റുള്ളവരുടെ മക്കളെ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കും. പക്ഷെ അവസാനം നിങ്ങൾ തന്നെ ജയിക്കും. ശരി വാ, നിങ്ങൾ SS ബിരിയാണി കഴിക്കേ, ഞാൻ HP ബിരിയാണി കഴിച്ചോളാം. വാ പോവാം.